കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ ഗുരുവായൂരിലെ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടാണ്. ഉത്സവം 10-ാം ദിവസം ആണ്. ഇന്ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ഇന്നാണ് പുണ്യപ്രസിദ്ധമായ ആറാട്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ പരിപൂർണ ചൈതന്യമുള്ള പഞ്ചലോഹ തിടമ്പ് എഴുന്നള്ളിച്ച് പരിവാര ദേവതകൾക്ക് തന്ത്രി ഹവിസ് തൂവും. സന്ധ്യയ്ക്ക് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന. ഇന്നലെയും പഴുക്കാമണ്ഡപത്തിലായിരുന്നു, ഇന്നും. തുടർന്ന് കുളപ്രദക്ഷിണമായിട്ട് ആറാട്ട് എഴുന്നള്ളിപ്പ് കൊമ്പൻ നന്ദനാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക. പഞ്ചവാദ്യം ഉണ്ടാവും. രാത്രി രുദ്ര തീർത്ഥക്കടവിൽ ആറാട്ടാണ്. പിന്നെ ഭഗവതി ക്ഷേത്രത്തിലാണ് പൂജയും മറ്റു കാര്യങ്ങളൊക്കെ. അതായത് ഇന്നിപ്പോൾ ഉച്ചപൂജ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് എല്ലാവരും നമ്മുടെ ഭക്തരെല്ലാവരും ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് അലങ്കാര വർണ്ണനയൊക്കെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാവും. പക്ഷേ ഇന്ന് ഈ സമയത്ത് ഉച്ചപൂജ അലങ്കാര വർണ്ണന ഇല്ല. രാത്രി ഭഗവതി കെട്ടിലാണ് ഉച്ചപൂജ ഉണ്ടാവുക. പിന്നെ 11 ഓട്ടപ്രദക്ഷിണമാണ് ഉണ്ടാവുക ആന. അത് കഴിഞ്ഞ അർദ്ധരാത്രിയോടെയാണ് ഉത്സവം കൊടിയിറങ്ങട്ടോ. അത്രയും എന്താ പറയുക, മനവും തനുവും എല്ലാവരുടെയും ഗുരുവായൂരിലെയും അതിനപ്പുറത്ത് പരിസര പ്രദേശങ്ങളിലും മറ്റുള്ള ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഏറ്റവും സന്തോഷം, ഗുരുവായൂരപ്പനും ഏറ്റവും സന്തോഷമുള്ള 10 ദിവസത്തെ ഉത്സവം അങ്ങനെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറാട്ടോടുകൂടി. അപ്പുറത്ത് പ്രസാദകൂട്ട് സദ്യ നടക്കുന്നുണ്ട്. അതും വളരെ കേമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഭക്തജനത്തിരക്ക് കൂടുതൽ തന്നെയാണ്. എന്നാലും ഇതുവരെയും ദർശനമുണ്ട്. ഇപ്പോൾ പന്തീരടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദർശനം ഇപ്പോഴും നിർത്തിയിട്ടൊന്നുമില്ല. ദർശനം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം ആറാട്ടോട് കൂടിയിട്ട് നമുക്ക് ആറാട്ട് കാണാനുള്ള ഭാഗ്യം കൂടി ഗുരുവായൂരപ്പൻ തരട്ടെ. ഒരുപാട് മത്സരങ്ങളൊക്കെ നടക്കണു. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിരുന്നു കുറേ. അങ്ങനെ ഒരുപാട്, അതായത് എല്ലാവരുടെ മനസ്സിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ദുഃഖങ്ങളും മറന്ന് ഗുരുവായൂരപ്പൻ്റെ ഉത്സവം, നമ്മളെ ഉത്സവം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ആ ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണാനുള്ളത്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കാണ്. പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി ഒരുവിധം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകം പറയണു, ഇന്ന് ഉച്ചപൂജ ഈ സമയത്തില്ല. ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ഭഗവതി കടവിലാണ് ഇളനീര്. അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കിട്ട കുടുംബക്കാരുടെ ഇളനീരിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നാലാണ്. ഇന്നിപ്പോൾ രാവിലെ ദർശനം ഉണ്ടായിരുന്നില്ല. നിർമ്മാല്യ ദർശനം ഇല്ലായിരുന്നു. കാരണം പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ കിടന്നുറങ്ങി, മണ്ഡപത്തിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ 7 മണിയോടെയാണ് ഇന്ന് നട തുറന്നത്. അതിനുശേഷം എല്ലാവർക്കും ദർശനം ഉണ്ടായിരുന്നു. പിന്നീട് കാര്യമായ അടവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനേകം ഭക്തർക്ക് ദർശനഭാഗ്യം കിട്ടി ആറാട്ട് ദിവസം. അങ്ങനെ ആറാട്ടും കഴിഞ്ഞ് കുളപ്രദക്ഷിണമൊക്കെ വെച്ച് പറയെടുപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം അർദ്ധരാത്രിയാവും കൂറ താഴത്തേക്ക്. പിന്നീട് അടുത്ത വർഷമാണ് കൊടിയിറങ്ങൽ കഴിഞ്ഞ്. ഹരേ കൃഷ്ണ.